ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെ കിരൺ, മെയിനോണിലേക്കുള്ള നമ്മുടെ എളുപ്പ വഴിയാണിത്. മുന്നില് ഇത്രയും നല്ലൊരു വഴിയുണ്ടായിട്ടും മടിച്ചു നിൽക്കുന്നത് ശരിയല്ല. നിങ്ങൾ കരുതുന്ന പോലെ അതത്രയ്ക്ക് എളുപ്പമല്ല. ഒരു കാലത്തും ഏത് സാഹചര്യത്തിലും ഞാൻ ആശ്രയിക്കില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച ആളാ എന്റെ അച്ഛൻ. അതിന് നീ അയാളെ തേടി പോകുന്നതേ വ്യക്തിപരമായ ഒരു കാര്യത്തിനല്ലല്ലോ. നമ്മളെ ലക്ഷ്യം വ്യക്തിപരവും അല്ല, അത് നീ മനസ്സിലാക്കും. അതെ, നമ്മുടെ നാടിനെ തന്നെ ഒരു വലിയ വിപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു മാർഗം സ്വീകരിക്കുന്നതെന്ന് കരുതിയ പോരെ. നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ശരിയാ, അതെനിക്ക് മനസ്സിലാകഞ്ഞിട്ടല്ല. പക്ഷേ പിന്നെ എന്താ ഒരു പക്ഷേ? അത് എന്റെ അച്ഛനാണെന്ന് അവകാശവും പറഞ്ഞു ചെന്നാ അത് അദ്ദേഹം അംഗീകരിക്കണമെന്നില്ലല്ലോ. അച്ഛന്റെ പേരില് ഒരുപാട് അവഗണനകൾ നേരിട്ട ആളാ ഞാൻ. ഇനി ആ മനുഷ്യന്റെ ഭാഗത്തുനിന്നും എന്നെ തള്ളി പറഞ്ഞ എനിക്കത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല. തെളിവ് നിരത്തി പറഞ്ഞ അങ്കിളിന്റെ കിരണിനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ആ അത് ശരിയാ. പിന്നെ നമ്മൾ പറയുന്ന കള്ളമൊന്നും അല്ലല്ലോ. പിന്നെ എന്തിനാ കിരൺ പേടിക്കുന്നേ? കിരൺ ഒന്ന് സമാധാനമായിട്ട് ചിന്തിക്ക്. നമ്മുടെ മേലുദ്യോഗസ്ഥനായിട്ട് പോലും ജോർജ് സാറ് ഈ കാര്യത്തില് നമ്മളോടൊരു ഓർഡർ ഇടുകയല്ല, മറിച്ച് ഒരു അഭിപ്രായമായിട്ടാ ഈ കാര്യം പറഞ്ഞത്. കിരണേ, അത് മാത്രമല്ല, എത്ര റിസ്ക് എടുത്തിട്ടാണ് മേനോന്റെ വിവരങ്ങൾ അന്വേഷിക്കാൻ സാറ് സ്വീഡനിൽ പോയത്. അദ്ദേഹം കാണിക്കുന്ന ആത്മാർത്ഥതയുടെ പകുതിയെങ്കിലും നമ്മൾ കാണിക്കണ്ടേ? മോള് ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി പോ. അതെ കിരൺ, സാറ് കൂടി സ്ഥലത്തില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. അതിന് ആ വീട്ടിൽ താമസിക്കുന്നത് തന്നെയാ നല്ലത്. അവിടേക്ക് കയറാൻ നമ്മുടെ മുന്നിലുള്ള ഏക മാർഗം ഇപ്പൊ ഇത് മാത്രം. ശരി, എനിക്ക് സമ്മതമാണ്. മോളെ, ശരി, എന്നാ പിന്നെ നാളെ തന്നെ നമുക്ക് അദ്ദേഹത്തെ പോയി കാണാം. ഗുഡ്. കൂടുതലൊന്നും ആലോചിക്കണ്ട. നമ്മുടെ മുന്നിൽ ഒരു ലക്ഷ്യമുണ്ട്, അതിൽ മാത്രം ഫോക്കസ് ചെയ്യാം. അതെ, അപ്പോ നാളെ തന്നെ നിങ്ങൾ മഹാദേവനെ പോയി കണ്ട് സംസാരിക്കുന്നു. നവദുർഗേ വനദുർഗേ സർവവും നീ ചിന്മയി.